പഠിക്കാൻ ഞങ്ങളെ പോവാൻ ഞങ്ങളെ പോലെ ചെറുപ്പം മുതൽ വളർന്നവരും ഒരാൾ പോലും ആ നാട്ടിലില്ല. ഞങ്ങൾ പഠിച്ച വിദ്യാലയമില്ല. ഞങ്ങൾക്ക് ഒരു എവിടെ വീടൊക്കെ കടന്ന് ഇറക്കിയായിരുന്നു. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞങ്ങൾ കുട്ടികളൊക്കെ പിടിച്ച് കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ഫസ്റ്റ് പൊട്ടൽ ഞങ്ങളെല്ലാവരും വീട്ടിലൂടെ തന്നെ ആയിരുന്നു. രണ്ടാമത്തെ പൊട്ടുമ്പോഴത്തേക്ക് ഞങ്ങൾ കുട്ടികളൊക്കെ എടുത്ത് അപ്പുറത്ത് കടന്ന് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ രണ്ടാമത്തേത് പൊട്ടി. ഒരുപാട് പ്രായ അമ്മമാര് അച്ഛന്മാര് കുട്ടികളെല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും വീടുകളൊക്കെ നഷ്ടപ്പെട്ടില്ല. ഒന്നുമില്ല, ഒരു കിടക്കാനൊരു ഇടവില്ല, ഒന്നുമില്ല. മക്കളെ കൂടെ പോകുന്നു. മക്കൾക്ക് ഭയങ്കര പേടിയാണ്. സ്കൂളില്ല, മക്കൾ പഠിക്കുന്ന സ്കൂളുകൾ പോയി. മക്കൾക്ക് ഈ ആംബുലൻസ് ശബ്ദങ്ങൾ മക്കൾക്ക് ഭയങ്കര ഡേഞ്ചർ, പേടിയാണ്. ആ നാട്ടിലേക്ക് പോകുന്നില്ല എന്ന് പറയാം. നമുക്ക് ജീവിക്കേണ്ട ഒരു മാർഗം മൊത്തം പോയി. ഞങ്ങളുടെ വീടും എൻ്റെ ഉപജീവനമാർഗ്ഗമായ ജീവിതം എല്ലാം ഒരു നിമിഷം കൊണ്ടെല്ലാം ഉണ്ടായി. എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്നു. ക്ലിയർ ഉണ്ട്. എടാ എല്ലാവരും കയറി പിടിച്ചേ. ഒന്ന് ബേക്കർക്ക് ബഷീറെ ഒന്ന് ഒഴിവാക്കി. ആ കുണ്ടിക്കൊരു കണ്ട് കല്ലിട്ടേ ഓ ആ കുണ്ടിക്കണ്ട് കല്ലിട്ടാ മതി.
ചൂരൽമലയെയും മുണ്ടക്കയെയും ബന്ധിപ്പിക്കുന്ന ഈ ബൈലി പാലം യഥാർത്ഥത്തിൽ ഒരു പാലം എന്നതിനപ്പുറത്തേക്ക് ഒരു വലിയ പ്രാധാന്യം അതിനുണ്ട്. ആർമിയുടെ മദ്രാസ് റെജിമെന്റിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗം വളരെ വേഗത്തിൽ ചെയ്തു തീർത്ത ഒരു ജോലി. യഥാർത്ഥത്തിൽ വലിയ ദുരന്തം നേരിട്ട ഒരു നാട് തിരിച്ചു വരുന്നതിൻ്റെ സൂചന അതായി അങ്ങനെ വേണം നമുക്ക് ഈ പാലത്തെ വിശേഷിപ്പിക്കാൻ. രണ്ട് മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുക മാത്രമല്ല ഈ പാലം ചെയ്യുന്നത്, തിരിച്ചുവരവിനുള്ള ത്രാണിയുണ്ട്, ശേഷിയുണ്ട് എന്ന് ഈ നാട് ഈ പാലം നിർമ്മാണത്തിലൂടെ തെളിയിക്കുകയാണ്. ഇവിടേക്ക് നിത്യസഹായം എത്തിക്കാം, ആംബുലൻസുകൾക്ക് പോകാം, യന്ത്രസാമഗ്രികൾ കൊണ്ടുപോകാം. അങ്ങനെ രക്ഷാദൗത്യത്തിന് മുണ്ടക്കയിലൊക്കെ നടക്കുന്ന രക്ഷാദൗത്യത്തിന് വളരെ നിർണായകമാകും ഈ പാലം എന്നതിൽ തർക്കം വേണ്ട.